ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ വനില CSS അതായത് ബേസിക് CSS എങ്ങനെ നമുക്ക് റിയാക്റ്റിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ CSS മൊഡ്യൂൾസും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊരു അപ്രോച്ച് ഉണ്ട്. അതായത് സ്റ്റൈൽഡ് കോമ്പോണൻസ് എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ്. സോ സ്റ്റൈൽഡ് കോമ്പോണൻസ് നമുക്ക് എങ്ങനെ ഇതിനകത്തോട്ട് അതായത് റിയാക്ട് പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാമെന്നതാണ് നമ്മുടെ ലക്ഷ്യം. സോ ഇതാണ് സ്റ്റൈൽഡ് കോമ്പോണൻസിന്റെ മെയിൻ സൈറ്റ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമ്പനീസ് ഒക്കെ അതായത് ഫേമസ് ആയുള്ള കമ്പനീസ് ഒക്കെ അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റൈൽഡ് കോമ്പോണൻസ് ആണ്. സോ ഈ സ്റ്റൈൽഡ് കോമ്പോണൻസ് നമ്മളുടെ റിയാക്ട് പ്രോജക്റ്റിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ npm ഇൻസ്റ്റാൾഡ് സ്റ്റൈൽഡ് കോമ്പോണൻസ് അതായത് നമ്മുടെ നോർമൽ ടെർമിനൽ ഇതിൽ കയറി വന്നിട്ട് നമ്മൾ npm സ്പേസ് ഐ സ്റ്റൈൽഡ് ഐ എന്ന് പറയുന്നത് ഇൻസ്റ്റാളിന്റെ ഷോർട്ട് ഫോം ആണ്. സ്റ്റൈൽഡ് കോമ്പോണൻസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കോമ്പോണൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കമാൻഡ് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റിലേക്ക് ഈ സ്റ്റൈൽ കോമ്പോണൻസ് ലൈബ്രറി ഇൻസ്റ്റാൾ ആവും. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സ്റ്റൈൽഡ് കോമ്പോണൻസിനെ ഇമ്പോർട്ട് ചെയ്യണം. സോ സ്റ്റൈൽഡ് കോമ്പോണൻസ് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് കേളി ബ്രാക്കറ്റ്സ് അതിനകത്ത് നമ്മളൊരു വേരിയബിൾ ഇടും. അതിന് മുന്നേ നമ്മൾ ഇവിടെ ഫ്രം ഇമ്പോർട്ട് ചെയ്യണം ആദ്യം സ്റ്റൈൽഡ് കോമ്പോണൻസ് എന്ന് പറഞ്ഞ്. ഓക്കെ, സ്റ്റൈൽഡ് കോമ്പോണൻസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നമുക്ക് വേണ്ടത് സ്റ്റൈൽഡ് കോമ്പോണൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ സ്റ്റൈൽഡ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. സ്റ്റൈൽ കോമ്പോണൻസിന് ലൈബ്രറിക്കകത്തുള്ളതാണ് വരുന്നത്. ഇനി നമ്മൾ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ സ്റ്റൈൽഡ് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് സ്റ്റൈൽ കോമ്പോണൻസിന്റെ തന്നെ. ഇതിനകത്ത് പലതും നമ്മുടെ എലമെന്റ്സ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ H1 H2 H3 എന്ന് പറയുന്നത് HTML എലമെന്റ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ഒരു ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ HTML div കോമ്പോണന്റ് ആണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇവിടെ div ക്ലാസ് നെയിം ഈക്വൽ ടു കൺട്രോൾസ് ഉണ്ട്. ഈ ഒരു HTML എലമെന്റിനെ ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അത് സ്റ്റൈൽഡ് കോമ്പോണൻസ് വെച്ചിട്ടായിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. സോ ഇവിടെ എലമെന്റ് എന്ന് പറഞ്ഞാൽ div എലമെന്റ് ആണ്. സോ ഞാൻ ഇവിടെ div എലമെന്റ് ആണ് ഇവിടെ സെലക്ട് ചെയ്തത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു ടെംപ്ലേറ്റ് ലിറ്ററൽ കൊണ്ടുവരും. അതായത് ബാക്ക് ടിക്സ് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ടെംപ്ലേറ്റ് ലിറ്ററൽ ഫോർമാറ്റ് രീതിയിലാണ് കൊണ്ടുവരുന്നത്. സോ ഈ ടെംപ്ലേറ്റ് ലിറ്ററൽ എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിന്റെ മെത്തേഡാണ്, റിയാക്ടിന്റെ അല്ല. സോ ഈ ബാക്ക് ടിക്കിനകത്ത് നമ്മൾ എന്താ കൊണ്ടുവരുന്നത്, നമ്മൾ സ്റ്റൈൽസ് ആയിരിക്കും കൊണ്ടുവരുന്നത്. സോ ഇവിടെ ക്ലാസ് നെയിം കൺട്രോൾസ് എന്ന് പറയുന്നത് ഞാൻ ഈ ടാഗാണ് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ക്ലാസ് നെയിം കൺട്രോൾസ് എന്ന് പറയുന്ന ക്ലാസ് അതിനകത്ത് സ്റ്റൈൽ ഉണ്ടായിരിക്കും. സോ ഈ സ്റ്റൈൽ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ കൺട്രോൾസ് എന്ന് പറയുന്ന ക്ലാസ് നെയിമിനകത്ത് ഇത്രയും സ്റ്റൈല് ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ കൊണ്ടുവരാൻ പോവാം. ഓക്കെ, അപ്പോൾ സ്റ്റൈൽ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഈ ഡിവ് എന്ന് പറയുന്നത് ഡിവ് എലമെന്റിനകത്ത് ഇത്രയും സ്റ്റൈലാണ് നമ്മൾ അപ്ലൈ ചെയ്ത്. സോ ഇത് നമ്മൾ ഒരു വേരിയബിളിനകത്ത് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ കോൺസ്റ്റ് div എലമെന്റ് ഈക്വൽ ടു ഓക്കെ. സോ ഈ div എലമെന്റ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ div എലമെന്റിനെ എടുത്തിട്ട് ഞാൻ ഇതിനെ പിടിച്ചങ്ങ് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ഇവിടെ /divനെ മാറ്റിയിട്ട് ഓക്കെ. സോ ഈ div എലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റൈൽ പ്രോപ്പർട്ടീസ് ഓൾറെഡി ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, നമ്മളിവിടെ സേവ് ചെയ്തിട്ട് നമുക്കിത് റൺ ചെയ്ത് നോക്കാം. npm run ഓക്കെ. div എലമെന്റ് എന്ന് പറയുന്നത് നമ്മള് പാസ്കൽ കേസ് ഫോർ നോവൽ കേസ് ഫോർ HTML എലമെന്റ്. ഓക്കെ, ഇവിടെ div സ്മോൾ കേസ് ആക്കണമെന്നാണ് വാർണിംഗ് പറഞ്ഞിരിക്കുന്നത്.
സ്റ്റാർട്ട് വിത്ത് അപ്പർ കേസ്. ഓക്കെ, അപ്പർ കേസ്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ട div എന്ന് പറയുന്ന ക്ലാസ്, ഇങ്ങനെ നമ്മളൊരു സ്റ്റൈൽഡ് കോമ്പോണന്റ് കൊണ്ടുവരുമ്പോൾ ഇവിടെ ക്ലാസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത ഒരു ക്ലാസ് ആണ്. അത് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇതിനകത്ത് വരുമ്പോൾ ഈ div സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് നമ്മൾ അപ്ലൈ ദ സ്റ്റൈൽ. ഇത് ഇൻലൈൻ സ്റ്റൈലാണ്. സോ ഈ അപ്ലൈ ദ സ്റ്റൈലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇമെയിലും പാസ്വേഡ് ഇതിന്റെ എല്ലാം സ്റ്റൈല് നമ്മൾ കൊടുക്കണം. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ലേബലിനും അതുപോലെ ക്ലാസ്സിനും അതിന് കൂടെ കൊടുക്കാൻ പോവാം. ഓക്കെ, സോ കോൺസ്റ്റ് ലേബൽ എലമെന്റ് ഈക്വൽ ടു ചൈൽഡ്. അപ്പൊ നമുക്ക് വേണ്ടത് ലേബൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത് നമുക്ക് ചൈൽഡ് ഡോട്ട് ലേബൽ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ലേബലിന് നമുക്ക് ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് ലേബലിന് ക്ലാസ് ഉണ്ടായിരിക്കും. കൺട്രോൾസ് ലേബൽ. ഓക്കെ, ഇതെടുക്കുക, അതൊട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ലേബൽ എലിമെന്റ് എന്ത് ചെയ്യണം, നമ്മളിവിടെ കൊടുക്കുക. അതുപോലെ ഇവിടെയും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ഇവിടെ നമ്മുടെ ഇവിടെ സ്റ്റൈൽ അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലെ നമ്മൾ ഇൻപുട്ടിനും അതുപോലെ കൊടുക്കും. സോ ഇവിടെ കണ്ട ക്ലാസ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്താണ്. ഈ SC എന്ന് പറയുന്ന ഇവിടെ വരെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് ലേബല് നമ്മളെ കണ്ടീഷൻ കൊടുത്തതാണ്. ഈ ക്ലാസ് നെയിം ഇവിടെ ടെർണറി ഓപ്പറേറ്റർ വെച്ച് കണ്ടീഷൻ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ലേബൽ അത് നമ്മൾ കൊടുത്തതാണ്. പിന്നെ അൺഡിഫൈൻഡ്. ഓക്കെ, അതിന് മുന്നേ ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് വന്ന ക്ലാസ് ആണ്, സ്റ്റൈലാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നമുക്ക് വേണ്ടത് നമുക്ക് ഇൻപുട്ട് എലിമെന്റ്. ഓക്കെ, കോൺസ്റ്റ് ഇൻപുട്ട് എലിമെന്റ് ചൈൽഡ് ഡോട്ട് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇൻപുട്ടിന് വേണ്ടി സ്റ്റൈൽ കൊടുക്കും. സോ ഇതാണ് ഇൻപുട്ട്. ഇൻപുട്ടിന്റെ സ്റ്റൈലാണ് ഇത്. നമ്മളിവിടെ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് എലമെന്റ്, ഇവിടെയും ഇൻപുട്ട് എലമെന്റ്. ഓക്കെ, ഇപ്പൊ ഇവിടെ സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റെഡ് കളർ വരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ പഴയതുപോലെ ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ സ്റ്റൈൽഡ് കോമ്പോണൻസ് എങ്ങനെ നമുക്ക് ഇതിനകത്തോട്ട് യൂസ് ചെയ്യാൻ. ഇത് ആക്ച്വലി ഒരു തേർഡ് പാർട്ടി ലൈബ്രറിയാണ്. സോ ഇത് നമ്മൾ നോഡ് പാക്കേജ് ആയതുകൊണ്ട് നമ്മൾ നോഡ് മൊഡ്യൂൾ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് വാനില CSS അല്ലെങ്കിൽ CSS മൊഡ്യൂൾസ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്രോച്ചിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോ സ്റ്റൈൽ കോമ്പോണൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമുക്കിനി അടുത്ത നമുക്ക് എങ്ങനെ നമുക്ക് കണ്ടീഷനായിട്ട്, അതായത് സ്റ്റൈൽ കോമ്പോണൻസ് നമുക്ക് കണ്ടീഷനായിട്ട് എങ്ങനെ സ്റ്റൈൽ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം.